മരുമകൾ. ഡീ, നീയാണോ ഇത് ചെയ്തത്? ശോഭന ചീറിക്കൊണ്ട് മീനുവിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയ്ക്ക് ചെവിക്ക് കേൾവിക്കുറവ് വല്ലതും ഉണ്ടോ? ഞാനാണ് ഇവളുടെ അലമാരയിൽ നിന്ന് ഈ തുണിയെല്ലാം വാരി വലിച്ച് കട്ടിലിട്ടത്. ഇതിലും ക്ലിയറായിട്ട് ഇക്കാര്യം ഇനി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. നീയാണ് കൊള്ളാലോ. എൻ്റെ കൊച്ചിൻ്റെ തുണിയെല്ലാം വാരി വലിച്ചിട്ടതും പോരാ, എന്നിട്ട് അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മീനുവിനെ പിടിച്ച് തള്ളുവാനായി ശോഭന ഓടി അവൾക്കടുത്തേക്ക് വന്നു. എന്നാൽ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ കൈയും കെട്ടി ഒറ്റ നിൽപ്പായിരുന്നു മീനു. ഇത്തവണ ശോഭന അല്പം പതറി. ശ്രീജിത്തിനും എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. എന്തിനാണ് മീനു നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതിൽ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി ഞാൻ മുറിയിൽ കയറിയതാ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീനിധി നിന്നെടുത്ത് നിന്ന് അലറി. നിനക്ക് ഡ്രസ്സ് വേണമെങ്കിൽ നീ കാശ് കൊടുത്ത് മേടിക്കണം, അല്ലാതെ എൻ്റെ അലമാരി കയറി തപ്പുവല്ല വേണ്ടത്. അതിന് ശരിവെക്കും പോലെ ശോഭന ആദ്യം നിന്നെങ്കിലും അല്പം കഴിഞ്ഞാണ് അവർക്ക് അബദ്ധം മനസ്സിലായത്. പിന്നെ നീ എൻ്റെ വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നതോ? നിനക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കൂടെ? ശ്രീനിധി, അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം നിന്നോട്. ഇനി മേലിൽ എൻ്റെ ഒരു സാധനം എടുക്കാൻ ആരെങ്കിലും വിട്ട് ചോദിപ്പിക്കാനോ നീ വന്നേക്കരുത്. ശ്രീജിത്തിനെ ഒന്ന് നോക്കിക്കൊണ്ടാണ് മീനു അത് പറഞ്ഞത്. എൻ്റെ തുണി നീ വലിച്ചു വാരി ഇട്ടിട്ട് ഇന്നേക്ക് 2 ദിവസങ്ങൾ കഴിഞ്ഞു. അടുക്കി വയ്ക്കാൻ ഞാൻ ആവുന്നത് നിന്നോട് പറഞ്ഞതാണ്. നീ അത് ചെയ്യാത്തതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് നിന്റെ വസ്ത്രങ്ങളെല്ലാം ഞാനിങ്ങനെ വലിച്ചു വാരിയിട്ടത്. അല്ലാതെ എനിക്ക് നിന്റെ ഡ്രസ്സും വേണ്ട, ഒന്നും വേണ്ട. എനിക്കാവശ്യമുള്ളതെല്ലാം ഞാൻ ജോലി ചെയ്ത് വാങ്ങുന്നുണ്ട്. അല്ലാതെ ആരെങ്കിലും പുതിയത് മേടിക്കുമ്പോൾ അതിൽ അസൂയ മൂത്ത് അതിനുവേണ്ടി ഇരക്കാൻ നിൽക്കില്ല. അത്രയും പറഞ്ഞ് മീനു നേരെ അവളുടെ മുറിയിലേക്ക് നടന്നു. ഇതൊക്കെ ഇനി ആരടുക്കിപ്പെറുക്കി വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചു തമ്പുരാട്ടി അങ്ങ് നടന്നു പോകുന്നത്? ശ്രീനിധി വീണ്ടും ചോദിച്ചു. അതുകൊള്ളാം. വൃത്തികേടായി കിടക്കുന്ന ബെഡ് വൃത്തിയാക്കി ഇടേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? എനിക്കെന്താണ് ഛേദം? നിനക്ക് വേണമെങ്കിൽ നീ വൃത്തിയാക്ക്. മീനുവിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശ്രീജിത്തിനും ശോഭനയ്ക്കും അതൊരു വലിയ അടിയായിരുന്നു. അവസാനം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ശോഭന തന്നെ ശ്രീനിധിക്ക് മീനു വലിച്ചുവാരിയിട്ട വസ്ത്രങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി കൊടുത്തു. വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ശ്രീജിത്ത് റൂമിലേക്ക് വന്നത്. അതേസമയം 2 ദിവസങ്ങളായി കസേരകളിൽ വാരി നിറച്ചു വെച്ച തുണികളെല്ലാം കട്ടിലിലേക്ക് എടുത്തിട്ട് അടുക്കി വെക്കുവാണ് മീനാക്ഷി. ശ്രീജിത്ത് നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തിരിഞ്ഞു നിന്നവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി. ശേഷം ഒരൊറ്റയടി അവളുടെ മുഖത്തേക്ക് കൊടുത്തു. പെട്ടെന്നുള്ള അടിയായിരുന്നതിനാൽ മീനുവിന് തടയാനോ ചെറുക്കാനോ കഴിഞ്ഞില്ല. മീനുവിന് അടികെട്ടിയ കവിളിലെ ചൂട് മാറും മുമ്പ് തന്നെ അവളുടെ കൈ ശ്രീജിത്തിൻ്റെ കവിളിലും പതിഞ്ഞു. കവിൾ പുകഞ്ഞു പോകുന്നത് പോലെ തോന്നി ശ്രീജിത്തിന്. ഇത്രയും നാൾ മനസ്സിൽ ശ്രീജിത്തിനോടുണ്ടായിരുന്ന സകല ദേഷ്യവും ആ അടിയിലുണ്ടായിരുന്നു. ഇരുവർക്കും അടികിട്ടിയെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ശ്രീജിത്തായിരുന്നു. കാരണം മീനാക്ഷിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു അടി പോയിട്ട് അവന് നേരെ അവൾ ഒന്ന് കൈ ഉയർത്തുന്നത് പോലും ചിന്തിക്കാൻ പോലും അവനാവുന്നില്ലായിരുന്നു. ശ്രീജിത്തിൻ്റെ ദേഷ്യം മുഖത്ത് പ്രകടമാകുന്ന തരത്തിൽ അവൻ്റെ മുഖം ചുവന്നു. പിറ്റേന്ന് രാവിലെയും മീനാക്ഷി ഉറക്കമുണർന്നത് നന്നേ താമസിച്ചാണ്. രാവിലെ അലാറം അടിച്ചപ്പോൾ മീനാക്ഷി എഴുന്നേൽക്കുന്നതും അത് ഓഫ് ചെയ്യുന്നതും ബാൽക്കണിയിലേക്ക് നടക്കുന്നതും അല്പസമയത്തിന് ശേഷം അവൾ വീണ്ടും വന്ന് കിടക്കുന്നതും ശ്രീജിത്ത് കണ്ടെങ്കിലും അവൻ അവളോട് എഴുന്നേക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ അടിച്ചതിൻ്റെ ഫലമായിട്ട് ദേഷ്യമായിരുന്നു ശ്രീജിത്തിന്. അതുമാത്രമല്ല, മീനാക്ഷിയുടെ 5 വിരലുകളും ശ്രീജിത്തിൻ്റെ മുഖത്ത് കൃത്യമായി തെളിഞ്ഞു കിടന്നു. രാവിലെ എഴുന്നേറ്റ് താഴേക്ക് പോകാൻ പോലും ശ്രീജിത്ത് മടിച്ചു. കാരണം ശ്രീജിത്തിൻ്റെ മുഖത്ത് ശോഭന ഈ പാടുകൾ കണ്ടാൽ ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അവന് തലപെരുത്തു.
അല്ലെങ്കിൽ തന്നെ ശ്രീജിത്ത് ഒരു പെൺകൊന്തനാണെന്നാണ് ശോഭന പറയുന്നത്. ഇനി ഇതും കൂടിയാകുമ്പോൾ അത് പൂർണ്ണമാകും. ഉണർന്നെണീറ്റിട്ടും കുറച്ച് സമയം ശ്രീജിത്ത് റൂമിൽ തന്നെ ഇരുന്നു. കോളേജിൽ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രം മീനാക്ഷി എഴുന്നേറ്റ് റെഡിയായി താഴേക്ക് ചെന്നു. ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു ശോഭന. മീനാക്ഷിയെ കണ്ടതും അവർ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. നല്ല സംസ്കാരം. അവരെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു, ആടി, എൻ്റെ സംസ്കാരം തീരെ മോശമാണ്. നീ ഇത്തിരി കൂടി സംസ്കാരമുള്ളവരെ നോക്കിപ്പോ, എരണം കെട്ടവൾ. അവളെ ശപിക്കും പോലെ തലയ്ക്ക് കൈവച്ച് ശോഭന പറഞ്ഞു. കോളേജിൽ പോകാനായി കാർ എടുക്കാനായി അതിനടുത്തേക്ക് ചെന്നപ്പോഴാണ് മീനാക്ഷി ശ്രദ്ധിക്കുന്നത്, കാറിൻ്റെ വീലുകൾ നാലും ആരോ മനഃപൂർവ്വം കാറ്റടിച്ചു വിട്ടിരിക്കുന്നത്. പിന്നിലെ 2 വീലുകളിൽ എന്തോ മാരകമായ കൂർത്ത സാധനം ഉപയോഗിച്ച് കുത്തിക്കേറിയിട്ടുണ്ട്. മീനാക്ഷിയുടെ നോട്ടം നേരെ ചെന്നത് ഉമ്മർത്ത് നിൽക്കുന്ന ശോഭനയ്ക്ക് നേരെയാണ്. നീ നോക്കി പേടിപ്പിക്കുവാണോ എന്നെ? മീനാക്ഷിയുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ തരിച്ചു വന്നെങ്കിലും അവൾ തൽക്കാലം സംയമനം പാലിച്ചോ. കാരണം ഇനിയും അവരോട് സംസാരിച്ചു നിന്നാൽ കോളേജിലെത്താൻ വൈകും. ഇതിനുള്ള മറുപടി തള്ളയ്ക്കും മോൾക്കും ഞാൻ വന്നിട്ട് തരാം. വീടിന് മുൻവശത്തുകൂടി റോഡാണ്. മീനാക്ഷി നേരെ റോഡിലേക്ക് ഇറങ്ങി നിന്നു. അതുവഴി വന്ന ഒരു കാലിയോട്ടോയ്ക്ക് കൈ കാണിച്ചു. അവൾ നേരെ കോളേജിലേക്കും പോയി. പതിവിലും 5 മിനിറ്റും വൈകിയാണ് അന്നവൾ കോളേജിൽ ചെന്നത്. പ്രിൻസിപ്പലിനോട് കാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് താൻ വരാൻ ലേറ്റായി എന്ന് എക്സ്ക്യൂസ് പറഞ്ഞിട്ടവൾ ക്ലാസ്സിലേക്ക് കയറി. മീനാക്ഷി ടീച്ചർക്ക് ഈ അവർ ക്ലാസ് ഉണ്ടോ? മീനാക്ഷി ക്ലാസ്സിലേക്ക് ധൃതിയിൽ പോകുമ്പോഴേ ഹരിനന്ദനാണ് അത് ചോദിച്ചത്. ഹരിനന്ദൻ അവിടുത്തെ സയൻസ് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് ഹരി പിന്നിൽ നിന്ന് വിളിച്ചതും മീനാക്ഷി തിരിഞ്ഞു വന്ന് അയാളോട് സംസാരിച്ചു. ഉണ്ടല്ലോ, എന്താ ഹരി സർ? സെമിസ്റ്റർ എക്സാം അടുക്കാറായില്ലേ? എൻ്റെ കുറച്ച് പോർഷൻസ് പെൻഡിങ് ആയിരുന്നു. കഴിഞ്ഞ മാസം അമ്മയ്ക്ക് വയ്യായിരുന്നേ, അതുകൊണ്ട് കുറച്ച് ലീവ് എടുത്തു. കുറച്ച് പോർഷൻസ് പെൻഡിങ് ഉണ്ട്. ടീച്ചർക്ക് വിരോധമില്ലെങ്കിൽ ടീച്ചറിൻ്റെ ഈ ഒരു അവർ എനിക്ക് തരാമോ? അതിനെന്താ, സാർ എടുത്തോളൂ. എൻ്റെ പോർഷൻസൊക്കെ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക്സ് ടീച്ചർ. ഹരിനന്ദൻ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് മീനാക്ഷി വീണ്ടും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. വരുന്ന 2 അവറുകളിലും ഇനി മീനാക്ഷിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവൾ വെറുതെ ഫോണെടുത്ത് നോക്കി. ഫോണൊക്കെ മര്യാദയ്ക്ക് നോക്കിയിട്ട് ദിവസങ്ങളായിരുന്നു. വീട്ടിലെ ടെൻഷനും പ്രശ്നങ്ങളും കാരണം അവൾക്കൊന്നിനും ശ്രദ്ധയില്ലായിരുന്നു. ഫോണിൽ നെറ്റ് ഓൺ ചെയ്തപ്പോഴാണ് മീനുവിന് ചേട്ടൻ മാധവിൻ്റെ ഒരു മെസ്സേജ്. ഫ്രീ ആവുമ്പോൾ കോൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ്. മീനു വേഗം മാധവിനെ വിളിച്ചു. 2 ബെല്ലടിച്ച ശേഷമാണ് മാധവ് കോൾ എടുത്തത്. മീനു, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീജിത്തായിട്ടോ അവൻ്റെ അച്ഛനോ അമ്മയോ പെങ്ങളോ ആരെങ്കിലും ആയിട്ട്? ചേട്ടൻ എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ നിനക്കവിടെ? ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഏട്ടനോട് ഈ കാര്യം പറയാനിരിക്കുമായിരുന്നു. കാര്യങ്ങളെല്ലാം മാധവനോട് പറയണമെന്ന് മീനുവിന് തോന്നി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നീ എന്നോട് തുറന്നു പറയണമെന്ന്. അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അവരൊക്കെ പഴയ ആൾക്കാരാണ്. അവരുടെയൊക്കെ ചിന്താഗതിയും വേറെ രീതിയിലാണ്. നിന്നോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിച്ച് സഹിച്ചു നിൽക്കണ്ട, ധൈര്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണം. എന്താ ഇപ്പം ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ വിളിച്ചിരുന്നു ഇന്ന് കാലത്തെ. നിന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. നീ അവിടെ തന്നിഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്യുവാണെന്നോ, ഇന്നലെ നീ ശ്രീജിത്തിനെ കൈനിവർത്തി അടിച്ചു എന്നൊക്കെ. ഓ, അപ്പോൾ അതാണ് കാര്യം. ക്ഷമ കെട്ടുപോയപ്പോൾ ചെയ്തതാണ് ഏട്ടാ. എത്രയെന്ന് വെച്ച് മനുഷ്യൻ സഹിക്കുന്നത്. നിനക്ക് യാതൊരു തരത്തിലും ക്ഷമിക്കാൻ കഴിയാത്ത തരത്തിൽ എന്ത് പ്രശ്നമാണ് അവിടെ? ശ്രീജിത്തിൻ്റെ അമ്മ പറഞ്ഞത് എന്തൊക്കെയോ നിന്നെക്കുറിച്ച് ഞങ്ങളോട് പറയാനുണ്ടെന്നാണ്. എന്നോട് അച്ഛനോടും അമ്മയോടും ലക്ഷ്മിയോടും ഇന്ന് വൈകിട്ട് അവിടേക്ക് വരണമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അവർ വരാൻ പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാവരും വരണം. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധികളുണ്ട്. എന്താ മോളെ,
അവന് വേറെന്തെങ്കിലും, ശ്രീജിത്തിന് മറ്റു ആരേലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും മാധവ് ആ സമയം ചിന്തിച്ചു. ഏയ്, അങ്ങനൊന്നും അല്ല ഏട്ടാ. ചേട്ടാ, എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്, ഫ്രീ ആയപ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ മോളെ. മാധവ് ഫോൺ വിളിച്ചു വെച്ചപ്പോൾ മീനാക്ഷിക്ക് തൻ്റെ ചങ്ക് പിടയും പോലെ തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ ഭാഗത്ത് എത്രമാത്രം ന്യായമുണ്ടെന്നറിഞ്ഞാലും തൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും ശ്രീജിത്തിനോടൊപ്പം പോയി ജീവിക്കാൻ മാത്രമേ പറയൂ. പറയുമ്പോൾ സ്വന്തം വീടാണ്, പക്ഷേ ശ്രീജിത്തില്ലാതെ ഒരു ദിവസം ആ വീട്ടിൽ തങ്ങാൻ അച്ഛനും അമ്മയും അനുവദിക്കാറില്ല. ഭർത്താവില്ലാതെ സ്വന്തം വീട്ടിൽ നിന്നാൽ നാട്ടുകാരും കുടുംബക്കാരും ഞാൻ ശ്രീജിത്തുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുവാണെന്ന് പറയൂന്ന്. അതുകൊണ്ട് തന്നെ മാധവ് എത്ര നിർബന്ധിച്ചാലും അച്ഛൻ്റെ അമ്മയുടെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഭാര്യ വീട്ടിൽ ഒരു രാത്രി അന്തി ഉറങ്ങുന്നത് എന്തോ വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലേക്ക് പോയാൽ മാക്സിമം 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കും. അതിനുശേഷം ശ്രീജിത്തിന് അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരണം. മീനാക്ഷിക്ക് തല വേദനിച്ചു ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്. പക്ഷേ ലീവ് എടുക്കാൻ കഴിയില്ല, കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലീവായിരുന്നു. ഇന്ന് വൈകുന്നേരം ആ വീട്ടിൽ അരങ്ങേറാൻ പോകുന്ന നാടകത്തിനെക്കുറിച്ച് അവൾക്ക് ചില ധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയോടെയാണ് അവൾ വീട്ടിലേക്ക് ചെന്നത്. മീനാക്ഷി വീടിനുള്ളിൽ കയറുമ്പോൾ ശ്രീനിധിയുടെ അമ്മാമ്മയും അമ്മായച്ഛനും ഉണ്ടവിടെ. അവർ വന്നിട്ട് അധിക നേരമായിട്ടില്ല. അവർക്കടുത്ത് തൻ്റെ ഓരോ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ശോഭനയുമുണ്ട്. മീനാക്ഷി അപ്പോൾ അവിടെ കണ്ടതോടെ ശോഭനയൊന്ന് ഞെളിഞ്ഞിരുന്നു. ഡി, പോയി ചായ ഇട്ടിട്ട് വാ. അമ്മയ്ക്ക് കൈക്ക് സ്വാധീനക്കുറവുണ്ടോ? ഇല്ലല്ലോ. ചായ വേണമെങ്കിൽ പോയി തന്നെ ഉണ്ടാക്കി കുടിക്കും. പെട്ടെന്ന് ശ്രീനിധിയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് മീനാക്ഷി തന്നെ അധിക്ഷേപിക്കും പോലെ സംസാരിച്ചതും ശോഭനയ്ക്ക് എന്തെന്നില്ലാത്ത നാണക്കേട് തോന്നി. ഒരു നിമിഷം മീനാക്ഷിയോട് അങ്ങനെ പറയാൻ തോന്നിയ നിമിഷത്തെക്കുറിച്ച് അവർ സ്വയം ശപിച്ചു. അമ്മായിയച്ഛൻ്റെ അമ്മായിമ്മയുടെ മുമ്പിൽ തൻ്റെ അമ്മ നാണം കെട്ടതോർത്ത് ശ്രീനിധി ദേഷ്യം കടിച്ചമർത്തി അവിടെ നിന്നു. ശ്രീനിധിയുടെ അമ്മായിമ്മയും അമ്മായിയച്ഛനും വെറും പാവങ്ങളാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന ഫാമിലിയാണെങ്കിലും ശോഭനയെപ്പോലെ അഹങ്കാരമൊന്നും അവർക്കില്ല. വളരെ എളിമയുള്ള ജീവിതമാണ് അവരുടേത്, ഒപ്പം നല്ല പെരുമാറ്റവും. പെട്ടെന്ന് മീനാക്ഷി അങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീനിധിയുടെ അമ്മായിയമ്മ സുഭദ്രയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ആൻറ്റി, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ ഇവിടെ സ്ഥിരമാണ്. പെട്ടെന്ന് മീനാക്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ ശോഭന കൂടുതൽ ഭയന്നു. കാരണം സുഭദ്രയുടെ മുമ്പിൽ വെച്ച് മീനാക്ഷി ഇന്നലെ ഇവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു അവർക്ക് പേടി. ആൻറ്റി, ഞാൻ നിങ്ങളോടല്ല കേട്ടോ പറഞ്ഞത്. എൻ്റെ അമ്മായിമ്മയും നാത്തൂനും ഉണ്ടല്ലോ, അവർക്ക് 2 പേർക്കും വേണ്ടിയുള്ള മറുപടിയാണ്. എന്നാലും എൻ്റെ ആൻറ്റി, നിങ്ങളോടും ഹരിയോടുമൊക്കെ എനിക്ക് തികഞ്ഞ ബഹുമാനമാണുള്ളത്. കാരണം ഇതുപോലെ ഒരു പെണ്ണിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു? അഹങ്കാരത്തിനും കുശുമ്പിനും കയ്യും കാലം വെച്ച ഇവളെയൊക്കെ പെണ്ണെന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് സംശയമുണ്ടേ, അതുകൊണ്ടാ. പെട്ടെന്നുള്ള മീനുവിൻ്റെ പറച്ചിലിൽ സുഭദ്രയും ബാലചന്ദ്രനും കാര്യം മനസ്സിലാകാതെ നിന്നു. ഡീ, നീ പറഞ്ഞ് എങ്ങോട്ടടി കയറി പോകുന്നത്? ശ്രീനിധി ചീറിക്കൊണ്ട് മീനുവിൻ്റെ അരികിൽ വന്നു. നീ അവിടെ നിൽക്കുക ശ്രീനിധി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. മീനാക്ഷി എന്തോ പറയാൻ തുടങ്ങിയ നേരത്താണ് മാധവിൻ്റെ കാർ അവിടേക്ക് വന്നത്. കാറിൽ നിന്ന് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും മാധവിൻ്റെ ഭാര്യ ലക്ഷ്മിയും ഇറങ്ങി. അകത്തേക്ക് അവർ കയറാൻ തുടങ്ങിയ നേരത്ത് ശ്രീജിത്തും ബാങ്കിന്ന് വന്നു. മീനുവിൻ്റെ മുഖത്ത് ഒരു വിജയിച്ച ചിരി വിടർന്നു. എല്ലാവരും ഒരുമിച്ച് വന്നല്ലോ എന്നെ ഓർമ്മയിൽ. പക്ഷേ ആ സാഹചര്യത്തിൽ തീർത്തും പെട്ടുപോയത് ശോഭനയും ശ്രീനിധിയുമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ശ്രീനിധിയുടെ അമ്മായിയമ്മയും അമ്മായിച്ചനും അറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ശ്രീനിധിക്കുണ്ട്. അതുമാത്രമല്ല, അവരുടെ മുമ്പിൽ ശ്രീനിധിക്കുള്ള പ്രതിച്ഛായയെ പോലും അത് വല്ലാണ്ട് ബാധിക്കും. മീനുവിൻ്റെ വീട്ടുകാരോട് ശ്രീനിധിയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വെറുപ്പൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ വെറുപ്പ് വെച്ച്
പുറമേ തേൻ ചാലിച്ച വാക്കുകളെ ശോഭന പറഞ്ഞു തുടങ്ങി. എല്ലാവരും വന്നല്ലോ. എല്ലാവരും വന്ന കാലം നിൽക്കാതെ കയറിയിരിക്കുക. മീനു എല്ലാവർക്കും ഒരു ചായ എടുക്കുക. മീനാക്ഷി ഒന്നും മിണ്ടാതെ ശോഭനയൊന്ന് നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഇരുന്ന് എല്ലാവർക്കും, ശോഭനയ്ക്കും ശ്രീനിധിക്കും ചേർത്ത് അവൾ ചായ ഉണ്ടാക്കി അവരുടെ മുമ്പിലേക്ക് ഒരു ട്രേയിൽ കൊണ്ടുവന്ന് ചായ വെച്ച് കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അല്പനേരം കഴിഞ്ഞ് ആരും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതോടെ മീനാക്ഷിയുടെ അച്ഛനാണ് ഈ കാര്യത്തിന് തുടക്കമിട്ടത്. എന്താണ് ശോഭന കാര്യം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എന്നിട്ട് ശോഭന എന്താ ഒന്നും പറയാതിരിക്കുന്നേ? അത് ആദ്യം പറയാൻ ശോഭനയ്ക്ക് ഒരു മടി തോന്നി. തൊട്ടടുത്ത് വന്ന് ശ്രീനിധി വിരൽ കൊണ്ട് ആരും കാണാതെ അവരെ തോണ്ടിയതും അവരുടെ ഉള്ളിലെ ദുഷ്ട ഉണർന്നു. എന്തോ പറയാനാ നിങ്ങളുടെ മോളെ പറ്റി? ശ്രീജിത്തിൻ്റെ വലത്തെ കവിളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. അവൾ അടിച്ച പാടാണത്. ഇതിൽ കൂടുതൽ എന്തോ പറയാനാ നിങ്ങളുടെ മോളുടെ വിശേഷങ്ങൾ? തുടരും.